മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി സ്വന്തമായി തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈബർ സെക്യൂരിറ്റി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സൈബർ സെക്യൂരിറ്റി ELP 2 ഫേസുള്ള ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഒരു ഓൺലൈൻ ഫേസും രണ്ടാമത്തേത് ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഫേസുമാണ്. ഇതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ മൈ ഭാരത് പ്രൊഫൈലിൽ പ്രവേശിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നോഡൽ ഓഫീസറിൻ്റെ ഇമെയിലോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് പ്രൊഫൈൽ പേജിൽ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രൊഫൈൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന അടുത്ത പേജിൽ ആഡ് ELO എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ELO എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുക. എബൌട്ട് സെക്ഷനിൽ സൈബർ സെക്യൂരിറ്റി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന ഓരോ കോളങ്ങളും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ലൊക്കേഷൻ, സ്റ്റേറ്റ് അവയെല്ലാം രേഖപ്പെടുത്തുക. സ്റ്റാർട്ട് ഡേറ്റ് ജൂണിലെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. എൻഡ് ഡേറ്റ് ജൂലൈ 30 സെലക്ട് ചെയ്യുക. ഡേറ്റ് ടു ഷോ ഇൻട്രസ്റ്റിൽ ജൂൺ 30 സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഫങ്ഷണൽ കാറ്റഗറിയിൽ സൈബർ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഇൻഡോർ പ്ലസ് ഫീൽഡ് സെലക്ട് ചെയ്യുക. അടുത്തതായി ഫീൽഡ് ലൊക്കേഷൻസ് എന്ന ഒരു പേജ് വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ 10 എന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം റുട്ടീൻ എന്ന ബോക്സിൽ കണ്ടിന്യൂസ് എന്ന് രേഖപ്പെടുത്തിയാൽ മതിയാകും. സെലക്ട് മോഡ് എന്ന ബോക്സിൽ നിങ്ങൾ ഇൻഡോർ പ്ലസ് ഫീൽഡ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഫീൽഡ് ലൊക്കേഷൻസ് ഏതാണോ അത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പബ്ലിഷർ ഡീറ്റെയിൽസിൽ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ പേര് കൊടുക്കുക. നോഡൽ ഓഫീസറുടെ മൊബൈലും ഇമെയിൽ IDയും രേഖപ്പെടുത്തുക. ഇനി ഫോം പ്രിവ്യൂ ചെയ്തതിന് ശേഷം പബ്ലിഷ് ELO കൊടുക്കുക. പബ്ലിഷ് ELO കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ELO ഇപ്പോൾ പബ്ലിക്കായി എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ELO നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി എല്ലാ സ്റ്റുഡൻസിനും ഇതിലോട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഒരു ELO ക്രിയേറ്റ് ചെയ്യുന്നത്.